Hi, in this lecture we are going to discuss about internal block diagram of IC555. IC555 എന്ന് പറയുന്നത് ഒരു 8 pin IC ആണ്. So it has 8 pins. Okay. First pin ground, second pin trigger, third pin output, fourth pin is used for reset, fifth pin is the control voltage, sixth pin is threshold, and seventh pin is the discharge, and eighth pin is the VCC. Okay, ഇനി ഇതിന്റെ internal diagram ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Here you can see this is the internal diagram of IC555. അപ്പോൾ നമ്മൾ 8 pin IC ആണ് നമ്മുടെ IC555 എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. Now the internal diagram consists of two comparators, mainly two comparators, 3 resistors, 5k resistors ഉണ്ട്, 3 5k resistors ഉണ്ട്, 2 comparators ഉണ്ട്, then ഒരു control flip flop ഉണ്ട്, ഒരു inverting power amplifier ഉണ്ട്, 2 transistors ഉണ്ട്. ഇത്രയാണ് IC555 ന്റെ internal ഡയഗ്രത്തിൽ ഉള്ളത്. ഓക്കെ, ഇനി നമ്മുടെ ഫസ്റ്റ് പിൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ആണ്, സെക്കൻഡ് പിൻ എന്ന് പറയുന്നത് ട്രിഗർ പൾസ് കൊടുക്കാനുള്ള ഇൻപുട്ട് ആണ് സെക്കൻഡ് പിൻ എന്ന് പറയുന്നത്, തേർഡ് പിൻ എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ട് ആണ്. ഓക്കെ, ആൻഡ് ഫോർത്ത് പിൻ ഈസ് റീസെറ്റ്, നമ്മൾ റീസെറ്റ് ചെയ്യാനുള്ളതാണ് ഫോർത്ത് പിൻ. ഫിഫ്ത്ത് പിൻ ഈസ് യൂസ്ഡ് ഫോർ കൺട്രോൾ വോൾട്ടേജ്, അതായത് നമുക്ക് ഒരു മോഡുലേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിഫ്ത്ത് പിന്നെ യൂസ് ചെയ്യുന്നത്. സിക്സ്ത് പിൻ ഈസ് ദ ത്രെഷോൾഡ് വോൾട്ടേജ്, ആൻഡ് സെവൻത്ത് പിൻ ഈസ് ദ ഡിസ്ചാർജ്, നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെവൻത്ത് പിന്ന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് എയ്ത്ത് പിൻ ഈസ് ദ സപ്ലൈ വോൾട്ടേജ്, ദാറ്റ് ഈസ് ദ VCC ആണ് എയ്ത്ത് പിന്നായിട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ വർക്കിംഗ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ VCC എന്ന് പറയുന്ന ഈ ഒരു വോൾട്ടേജിന് നമ്മൾ 3 5k റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു 5k റെസിസ്റ്റേഴ്സിന് നമുക്ക് വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, ഇനി ഈ രണ്ട് കമ്പാരേറ്റേഴ്സിൽ മുകളിലത്തേത് അപ്പർ കമ്പാരേറ്റർ എന്ന് അറിയപ്പെടുന്നു UC, ആൻഡ് താഴത്തേത് LC ലോവർ കമ്പാരേറ്റർ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പർ കമ്പാരേറ്ററിന്റെ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് 2/3 VCC ആണ്. ഓക്കെ, ഇപ്പോൾ 5k റെസിസ്റ്ററിലൂടെ നമ്മളുടെ ഈ VCC പാസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിൽ കിട്ടുന്നത് 2/3 VCC ആണ്. അതാണ് നമ്മൾ അപ്പർ കമ്പാരേറ്ററിന്റെ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം ഒരു 5k റെസിസ്റ്ററിലൂടെ കടന്നു വരുമ്പോൾ നമുക്ക് പിന്നെ കിട്ടുന്ന ബാക്കിയുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിൽ കിട്ടുന്ന വോൾട്ടേജ് 1/3 VCC ആണ്. അതാണ് നമ്മൾ ലോവർ കമ്പാരേറ്ററിന്റെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഒരു 5k റെസിസ്റ്ററിലൂടെ കൂടെ നമ്മളുടെ ഈ 1/3 VCC പാസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഗ്രൗണ്ട് പൊട്ടൻഷ്യലാണ്, അതായത് 0 പൊട്ടൻഷ്യലാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഈ 3 5k റെസിസ്റ്ററിലൂടെ പാസ് ചെയ്യുമ്പോൾ VCC ഓരോ റെസിസ്റ്ററിന് അക്രോസും 1/3 VCC ഡ്രോപ്പ് ചെയ്തിട്ട് അവസാനം പിൻ 1-ലെത്തുമ്പോൾ ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ ആയിട്ട് മാറും. ഓക്കെ, ഇനി ഈ ഒരു കൺട്രോൾ സിഗ്നലിൽ നമ്മൾ പൊട്ടൻഷ്യൽ കൊടുക്കുന്നതനുസരിച്ച്, വോൾട്ടേജ് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു അപ്പർ കമ്പാരേറ്ററിന്റെ കമ്പയറിംഗ് വോൾട്ടേജ് ചേഞ്ച് ചെയ്യാൻ പറ്റും. നോർമലി 2/3 VCC ആയിട്ടാണ് അപ്പർ കമ്പാരേറ്ററിന്റെ ത്രെഷോൾഡ് പൊട്ടൻഷ്യൽ കമ്പയർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, നമുക്ക് ആ ഒരു കമ്പാരിസൺ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ വോൾട്ടേജിൽ ഒരു പൊട്ടൻഷ്യൽ കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കമ്പാരിസൺ ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ഈ കമ്പാരിസൺ ചേഞ്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് ടൈം ഇന്റർവെൽ വേരി ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഇതിന്റെ ടൈം ഇന്റർവെൽ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കും. ഓക്കെ, നമ്മൾ ടൈം ഇന്റർവെൽ വേരി ചെയ്യാനാണ് നമ്മൾ കൺട്രോൾ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നത്. ക്ലിയർ? ഇനി നമ്മൾ ഒരു ട്രിഗർ പൾസ് കൊടുക്കുന്നതിനനുസരിച്ചാണ് ലോവർ കമ്പാരേറ്റർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ലോവർ കമ്പാരേറ്ററിന്റെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ 1/3 VCC ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ 1/3 VCCയിൽ കുറവ് വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ലോവർ കമ്പാരേറ്റർ അതിനനുസരിച്ചുള്ള ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും, അതിന്റെ ഔട്ട്പുട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി സ്റ്റഡി സ്റ്റേറ്റിൽ, അതായത് നോർമൽ സ്റ്റേറ്റിൽ നമ്മളുടെ കൺട്രോൾ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Q ബാർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, നോർമൽ സ്റ്റേറ്റിൽ Q ബാർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഈ 1-നെയാണ് നമ്മൾ ഔട്ട്പുട്ടിൽ വരുന്നത്. പക്ഷെ ഔട്ട്പുട്ടിൽ വരുന്നത് എങ്ങനെയാണ്, ഒരു പവർ ആംപ്ലിഫയറിലൂടെ കടന്നിട്ടാണ് വരുന്നത്. ഒരു പവർ ആംപ്ലിഫയറിലേക്കാണ് ഈ 1 കൊടുക്കുന്നത്. ഈ പവർ ആംപ്ലിഫയർ എന്ന് പറയുന്ന ഒരു ഇൻവേർട്ടർ ആണ്. സോ നമുക്ക് ഒബ്വിയസ്ലി ഔട്ട്പുട്ടിൽ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും.
ഇനി നമ്മൾ ഈ ഒരു സെക്കൻഡ് പിന്നിൽ ഒരു ഇൻവേർട്ടിംഗ് ട്രിഗർ പൾസ്, നെഗറ്റീവ് ഗോയിങ് ട്രിഗർ പൾസ് അപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ നെഗറ്റീവ് ഗോയിങ് ട്രിഗർ പൾസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് വാല്യൂ, മാക്സിമം നെഗറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു നെഗറ്റീവ് ഗോയിങ് ട്രിഗർ പൾസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ ഈ ഒരു നെഗറ്റീവ് മാക്സിമം നെഗറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് 1/3 VCC-നെക്കാളും കുറവായിരിക്കണം. ഓക്കെ, 1/3 VCC എന്ന് പറയുന്നതായിരിക്കണം കൂടുതലായിട്ട് വരുന്ന വാല്യൂ. സോ അതിലേറെ കുറവ് ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഈ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ ഈ ഒരു ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് കുറവായിരിക്കും. അതായത് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് കൂടുതൽ, അതായത് 1/3 VCC എന്ന് പറയുന്ന വോൾട്ടേജ് ആയിരിക്കും കൂടുതൽ. കാരണം ട്രിഗറിൽ നമ്മൾ നെഗറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമുക്ക് 1/3 VCC കുറഞ്ഞ വോൾട്ടേജ് ആണ് ഇൻവേർട്ടിംഗ് ടെർമിനലിൽ കിട്ടുന്നത്. സോ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലാണ് കൂടുതൽ പൊട്ടൻഷ്യൽ ഉണ്ടാവുക. സോ നമ്മളുടെ ഈ ഒരു കമ്പാരറ്ററിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. അതായത് പോസിറ്റീവ് വി സാച്ചുറേഷനെയാണ് നമ്മൾ ഹൈ എന്ന് പറയുന്നത്. ഓക്കെ, ഹൈ എന്നുള്ളത് നമ്മൾ 1 ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ സെറ്റ് പിന്നെ 1 ആണ്. അതിനനുസരിച്ച് നമുക്ക് ക്യൂ എന്ത് കിട്ടും? Q1 കിട്ടും. Q1 ആണെങ്കിൽ ക്യൂ ബാർ എന്താവും? ക്യൂ ബാർ 0 ആണ്. സോ ക്യൂ ബാർ 0 ആയി കഴിഞ്ഞാൽ നമ്മളുടെ പവർ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് എന്താവും? ഔട്ട്പുട്ട് 1 ആയിട്ട് ചേഞ്ച് ആവും. ഓക്കെ, ഇപ്പൊ നമുക്ക് ഔട്ട്പുട്ടിൽ 1 ആണ് കിട്ടുന്നത്. റൈറ്റ്? ഇനി എപ്പോഴാണോ ത്രെഷോൾഡ് പൊട്ടൻഷ്യലിന്റെ വാല്യൂ ഈ 2/3 VCC-നെക്കാളും കൂടുതൽ വരുന്നത്, ത്രെഷോൾഡ് പൊട്ടൻഷ്യലിന്റെ വാല്യൂ 2/3 VCC-നെക്കാളും കൂടുതൽ വരുന്ന ടൈമിൽ അപ്പർ കമ്പാരേറ്റർ ഹൈ ആവും. അല്ലാത്ത കേസിലൊക്കെ അപ്പർ കമ്പാരേറ്റർ ലോ ആയിരിക്കും. കാരണം ത്രെഷോൾഡ് പൊട്ടൻഷ്യൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ 2/3 VCC ആണ് ഇൻവേർട്ടിംഗ് ടെർമിനലിൽ അപ്ലൈ ചെയ്യുന്നത്, ത്രെഷോൾഡ് പൊട്ടൻഷ്യൽ ആണ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ അപ്ലൈ ചെയ്യുന്നത്. സോ ത്രെഷോൾഡ് പൊട്ടൻഷ്യൽ എപ്പോഴാണോ കൂടുതലാവുന്നത് ആ ടൈമിൽ അപ്പർ കമ്പാരേറ്റർ 1 പ്രൊഡ്യൂസ് ചെയ്യും. അതായത് റീസെറ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ എന്തായി? 0 ആയി. സോ ക്യൂ ബാർ എന്താവും? ക്യൂ ബാർ 1 ആവും. ക്യൂ ബാർ 1 ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്താവും? ഔട്ട്പുട്ട് 0 ആവും. കാരണം ഈ 1 ആണ് ഇൻവെർട്ടറിലൂടെ പാസ് ചെയ്ത് വന്നിട്ട് ഔട്ട്പുട്ട് ടെർമിനലിൽ എത്തുന്നത്. സോ നമ്മുടെ ഔട്ട്പുട്ട് 0 ആവും. ഇതാണ് ഇതിന്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ കൺട്രോൾ വോൾട്ടേജ് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു 5th പിന്നും ഫസ്റ്റ് പിൻ ഗ്രൗണ്ടും തമ്മിൽ ഒരു കപ്പാസിറ്ററിലൂടെ കണക്ട് ചെയ്യും. കപ്പാസിറ്റർ വെച്ചിട്ട് നമ്മൾ ഷോർട്ട് ചെയ്യും. ഓക്കെ, ഇനി ഈ ഒരു റീസെറ്റ് പിന്ന് യൂസ് ചെയ്യുന്നത് നമ്മളുടെ കൺട്രോൾ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ടിനെ ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ ഓവർ റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു Q2 ട്രാൻസിസ്റ്റർ ഈ ഒരു കൺട്രോൾ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെയും Q1 ട്രാൻസിസ്റ്ററിന്റെയും ഇടയിൽ ഒരു ബഫർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഈ Q2 ട്രാൻസിസ്റ്ററിനെ ഡ്രൈവ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ നമ്മുടെ പവർ സപ്ലൈ വോൾട്ടേജിൽ നിന്ന് കിട്ടുന്ന ഒരു VCC എന്ന് പറയുന്ന ഈ ഒരു വോൾട്ടേജിൽ നിന്ന് കിട്ടുന്ന ഒരു റെഫറൻസ് വോൾട്ടേജ് ആണ്. ഒരു ഇന്റേണൽ സർക്യൂട്ടറി ഉണ്ട്. ആ ഒരു സർക്യൂട്ടറിലൂടെ വരുന്ന റെഫറൻസ് വോൾട്ടേജ് ആണ് ഈ ഒരു Q2 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിനെ ഡ്രൈവ് ചെയ്യുന്നത്. ഓക്കെ, സോ Q2ന്റെ ഔട്ട്പുട്ട് എന്താണോ ആ ഔട്ട്പുട്ട് നമ്മളുടെ ഈ ഒരു നമ്മൾ റീസെറ്റ് ചെയ്യുന്ന ടൈമിൽ കൺട്രോൾ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ടിനെ ഓവർ റൈഡ് ചെയ്തിട്ടാണ് നമുക്ക് അതിനനുസരിച്ച് ഒരു ഔട്ട്പുട്ട് 3rd പിന്നിൽ കിട്ടുന്നത്. സോ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. VCC ഈസ് ദ പവർ സപ്ലൈ. 3 5K resistors acts as voltage divider providing reference voltage of 2/3 VCC to upper comparator and 1/3 VCC to lower comparator. This reference voltages decides the timing interval. നമ്മുടെ ടൈമിംഗ് ഇന്റർവെലിനെ ഡിസൈഡ് ചെയ്യുന്നത് ഈ റെഫറൻസ് വോൾട്ടേജസ് ആണ്. Now timing interval can be varied by applying a modulation voltage to the control voltage input terminal 5. So ടെർമിനൽ പിൻ നമ്പർ 5ലേക്ക് കൺട്രോൾ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടൈമിംഗ് ഇന്റർവെല്ലിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ ഇത് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നൗ ഇഫ് നോ മോഡുലേഷൻ ഈസ് റിക്വയർഡ്, എ കപ്പാസിറ്റർ ഓഫ് 0.01 മൈക്രോഫാരഡ് ഈസ് കണക്റ്റഡ് ബിറ്റ്വീൻ ദ പിൻ 5 ആൻഡ് ഗ്രൗണ്ട് ടു ബൈപാസ് ദ നോയ്സ് ഓർ റിപ്പിൾസ് ഫ്രം ദി സപ്ലൈ വോൾട്ടേജിൽ നിന്നുള്ള നോയ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പിൻ 5ന്റെയും പിൻ 1 അതായത് ഗ്രൗണ്ട് പിന്നിന്റെയും ഇടയിൽ ഒരു 0.01 മൈക്രോഫാരഡിന്റെ കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നൗ ഇൻ സ്റ്റേബിൾ സ്റ്റേറ്റ് ദ ഔട്ട്പുട്ട് Q bar ഓഫ് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് വിൽ ബി ഹൈ. സ്റ്റേബിൾ സ്റ്റേറ്റിൽ
ക്യൂ ബാർ ഹൈ ആവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്യൂ ബാർ ഹൈ ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് 0 ആണ്. കാരണം ക്യൂ ബാർ ആണ് ഈ ഒരു ഇൻവേർട്ടിംഗ് പവർ ആംപ്ലിഫയറിലൂടെ കടന്നു വന്നിട്ട് നമുക്ക് 0 ഔട്ട്പുട്ട് വോൾട്ടേജ് തരുന്നത്. ഓക്കെ, നൗ ദിസ് മേക്സ് ദ ഔട്ട്പുട്ട് ലോ because of inverting power amplifier. Okay, a negative going trigger pulse which is having its DC level greater than the threshold level of 1/3 VCC. Greater than എന്നുള്ളത് നെഗറ്റീവ് ഡയറക്ഷനിൽ greater than is applied to the pin 2. So pin 2ൽ നമ്മളുടെ നെഗറ്റീവ് ഡയറക്ഷനിൽ greater than 1/3 VCC, അതായത് അതിലേറെ കുറവുള്ള ഒരു വാല്യൂ ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു കമ്പാരേറ്ററിന്റെ ഔട്ട്പുട്ട് ഹൈ കിട്ടും. ഹൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ക്യൂ ബാർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് ക്യൂ 1 ആവും, ക്യൂ ബാർ 0 ആവും. ക്യൂ ബാർ 0 ആയി കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് 1 കിട്ടും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. Now when negative value goes below 1/3 VCC, the output of the lower comparator goes high. Okay, and sets the flip flop. When the threshold voltage at pin 6 passes 2/3 VCC, the upper comparator goes high and resets the flip flop. Okay, അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ത്രെഷോൾഡ് പൊട്ടൻഷ്യൽ 2/3 VCC-നെക്കാളും കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പർ കമ്പാരേറ്റർ ഹൈ ആവും. ഹൈ ആയി കഴിഞ്ഞാൽ ക്യൂ 0 ആവും, ക്യൂ ബാർ 1 ആവും. ഓക്കെ, അതാണ് അതിനനുസരിച്ച് ഔട്ട്പുട്ട് നമുക്ക് 0 ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, നൗ റീസെറ്റ് പിൻ 4 is to reset the flip flop which override any signals coming from the flip flop. ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്ന് വരുന്ന ഏതൊരു സിഗ്നലിനെയും ഓവർറൈഡ് ചെയ്യാനാണ് നമ്മൾ റീസെറ്റ് പെൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് Q2, ദ ട്രാൻസിസ്റ്റർ Q2 ആക്ട്സ് ആസ് ദ ബഫർ ടു ഐസൊലേറ്റ് ദ റീസെറ്റ് പിൻ ഫ്രം ഫ്ലിപ്പ് ഫ്ലോപ്പ് ആൻഡ് ട്രാൻസിസ്റ്റർ Q1. ഓക്കെ, ഒരു ബഫർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. Now Q2 is driven by the internal reference voltage Vref which is obtained from VCC. VCC-യിൽ നിന്നും കിട്ടുന്ന ഒരു ഇന്റേണൽ വോൾട്ടേജ് റെഫറൻസിനനുസരിച്ചാണ് നമ്മളുടെ ഈ ഒരു Q2 ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇന്റേണൽ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് IC555 പറയാനുള്ളത്. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. See you in the next session.